സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്ക് റിവിഷൻ ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള 50 ചോദ്യങ്ങളാണുള്ളത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ച തീയതി. ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായിട്ട് പ്രഖ്യാപിച്ച തീയതി 2018 നവംബർ 12-നാണ്. അപ്പൊ നമ്മുടെ സംസ്ഥാന ശലഭം ഏതാണ്? ബുദ്ധമയൂരിയാണ്. ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായിട്ട് പ്രഖ്യാപിച്ച തീയതി ഏതാണ്? 2018 നവംബർ 12-ാം തീയതിയാണ്. അടുത്ത ചോദ്യം, ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം പാപ്പിലിയോ ബുദ്ധ. പാപ്പിലിയോ ബുദ്ധ എന്നതാണ് ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം. എന്താണ്? പാപ്പിലിയോ ബുദ്ധ. ആവർത്തന പട്ടികയിലെ 101-ാമത്തെ മൂലകം. 101-ാമത്തെ മൂലകം ഏതാണ്? മെന്റലേവിയമാണ്. ആവർത്തന പട്ടികയിലെ 101-ാമത്തെ മൂലകമാണ് മെന്റലേവിയം. ആടുജീവിതം എന്ന നോവലിന്റെ പശ്ചാത്തലമായ ഗൾഫ് രാജ്യം. ആടുജീവിതം എന്ന നോവലിന്റെ പശ്ചാത്തലമായിട്ടുള്ള ഗൾഫ് രാജ്യം സൗദി അറേബ്യ. കേശവദേവിന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് പപ്പു? കഥാപാത്രത്തിന്റെ പേര് പപ്പു. കേശവദേവിന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് പപ്പു? ഓടയിൽ നിന്ന്. ഓടയിൽ നിന്ന് എന്നത് ആരുടെ കൃതിയാണ്? കേശവദേവിൻ്റെതാണ്. ഓടയിൽ നിന്ന് എന്ന കേശവദേവിന്റെ നോവലിലെ കഥാപാത്രം ആണ് പപ്പു. അടുത്ത ചോദ്യം, ഒരു പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പത്തിന് എന്തു മാറ്റം സംഭവിക്കുന്നു? ഒരു പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം എന്താണ്? കുറയുകയാണ് ചെയ്യുന്നത്. വലിപ്പം കുറയുന്നു. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ TV ചാനൽ കമ്പനി. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ TV ചാനലാണ് ഏഷ്യാനെറ്റ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ TV ചാനൽ ഏഷ്യാനെറ്റ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. കേരളത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിൽ സർക്കാരിന്റെ ആഭിമുഖ്യത്തിലുള്ള ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യ സത്യാഗ്രഹം നടത്തിയ വർഷം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. അപ്പൊ ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യത്തെ സത്യാഗ്രഹം നടത്തിയ വർഷം എന്ന് പറയുന്നത് 1917 ആണ്. 1917. എത്ര നാഴികയാണ് ഒരു യാമം? ഒരു യാമം എന്ന് പറയുന്നത് 7.5 നാഴികയാണ്. 7.5 നാഴികയാണ് ഒരു യാമം എന്ന് പറയുന്നത്. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ? ഗലീലിയൻ ഉപഗ്രഹങ്ങൾ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളാണ്? വ്യാഴമാണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹം. എന്ന പുസ്തകം രചിച്ചത്, മൈ കൺട്രി മൈ ലൈഫ് എന്ന പുസ്തകം രചിച്ചത് LK അദ്വാനിയാണ്. LK അദ്വാനിയുടെ പുസ്തകമാണ് മൈ കൺട്രി മൈ ലൈഫ് എന്നത്. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെന്റർ ഏത് ജില്ലയിലാണ്? ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ. ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് ക്യുമുലസ് മേഘങ്ങളാണ്. ക്യുമുലസ് മേഘങ്ങളാണ് ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ. ക്യുമുലസ് മേഘങ്ങൾ. തൃശൂരിൽ നിന്ന് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം പ്രസിദ്ധീകരിച്ചിരുന്ന ദീനബന്ധു പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? തൃശൂരിൽ നിന്ന് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം പ്രസിദ്ധീകരിച്ചിരുന്ന ദീനബന്ധു പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. VR കൃഷ്ണൻ എഴുത്തച്ഛൻ. ദീനബന്ധു പത്രത്തിന്റെ പത്രാധിപരായിരുന്നത് VR കൃഷ്ണൻ എഴുത്തച്ഛൻ. പമ്മൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത്. പമ്മൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത്
ആർ പരമേശ്വര മേനോനാണ്. ആർ പരമേശ്വര മേനോനാണ് പമ്മൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത്. ആർ പരമേശ്വര മേനോൻ. പാചക പാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്. പാചക പാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ്. പാചക പാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ്. വില്യം ബെൻറിക് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഏക പ്രദേശം. വില്യം ബെൻറിക് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഏക പ്രദേശമാണ് കൂർഗ്. വില്യം ബെൻറിക് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഏക പ്രദേശമാണ് കൂർഗ്. മാഗ്നറ്റൈറ്റ് ഏതിന്റെ അയിരാണ്? മാഗ്നറ്റൈറ്റ് ഏതിന്റെ അയിരാണ്? ഇരുമ്പാണ്. ഇരുമ്പിന്റെ അയിരാണ് മാഗ്നറ്റൈറ്റ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യത്തെ മലയാളിയാണ് KG ബാലകൃഷ്ണൻ. KG ബാലകൃഷ്ണൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യത്തെ മലയാളി ആരാണ്? KG ബാലകൃഷ്ണൻ. സംസ്ഥാന PSC ചെയർമാനെ നിയമിക്കുന്നത് ആര്? സംസ്ഥാന PSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സംസ്ഥാന PSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. ആരുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് ആരുടെ കേസ് വാദിക്കാനായിട്ടാണ്? സേഠ് അബ്ദുള്ള. സേഠ് അബ്ദുള്ള അദ്ദേഹത്തിന്റെ കേസ് വാദിക്കാനായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരമാണ് കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം. പാലക്കാട് ചുരം. എവിടെയാണ് പഞ്ചായത്തി രാജിന് തുടക്കം കുറിച്ചത്? പഞ്ചായത്ത് രാജിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. രാജസ്ഥാനില് നാഗൂറിലാണ് പഞ്ചായത്തി രാജിന് തുടക്കം കുറിച്ചത്. എവിടെയാണ് പഞ്ചായത്ത് രാജിന് തുടക്കം കുറിച്ചത്? രാജസ്ഥാനിലെ നാഗൂർ. ഇനി ആ വർഷം കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയാണ്? ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കീനാലൂരാണ്. കോഴിക്കോട് ജില്ലയില് കീനാലൂരാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ്. കോഴിക്കോട് ജില്ലയിലെ കീനാലൂർ. ഉക്കായ് പദ്ധതി ഏത് നദിയിലാണ്? ഉക്കായ് പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി താപ്തി നദിയിലാണ്. താപ്തി നദിയിലാണ് ഉക്കായ് പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. താപ്തി നദി. റൂർക്കേല സ്റ്റീൽ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം. റൂർക്കേല സ്റ്റീൽ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ജർമ്മനിയാണ്. ജർമ്മനി. റൂർക്കേല സ്റ്റീൽ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ജർമ്മനി. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത് ആരെ എന്ന് ചോദിച്ചാൽ അൽ ബുക്കർക്ക് ആണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യ സ്ഥാപകൻ ആരാണ്? അൽ ബുക്കർക്ക്. ഭൂമിയുടെ അഭരൻ എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ അഭരൻ എന്നറിയപ്പെടുന്നത് ടൈറ്റൻ ആണ്. ഭൂമിയുടെ അഭരൻ എന്നറിയപ്പെടുന്നത് ടൈറ്റൻ. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് കർണം മല്ലേശ്വരി. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? കർണം മല്ലേശ്വരിയാണ്. അടുത്ത ചോദ്യം, രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത്. രത്നമണികൾ അത് കവിതാ സമാഹാരമാണ്. രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാനാണ് രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത്. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ താലൂക്കോ? മഞ്ചേശ്വരം തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. ജയക് വാടി പദ്ധതി ഏത് നദിയിലാണ്? ജയക് വാടി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയിലാണ്. ജയക് വാടി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഗോദാവരി. ഏതു രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറും മദ്രാസ് സംസ്ഥാനവുമായിട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച കരാറിൽ ഏർപ്പെട്ടത്?
ഏത് രാജാവിന്റെ കാലത്താണ്? തിരുവിതാംകൂറും മദ്രാസ് സംസ്ഥാനവുമായിട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച കരാറിൽ ഏർപ്പെട്ടത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ്. ശ്രീമൂലം തിരുനാൾ. ആരോഗ്യമുള്ള മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് എത്രയാണ്? ആരോഗ്യമുള്ള മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് 5 ലിറ്റർ ആണ്. 5 ലിറ്റർ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി ആരാണ്? മാർത്താണ്ഡവർമ്മ. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ഗലീലിയോ. ടെലിവിഷനിലെ പ്രാഥമിക നിറങ്ങൾ. ടെലിവിഷനിലെ പ്രാഥമിക നിറങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പ്, പച്ച, നീല. ചുവപ്പ്, പച്ച, നീല എന്നിവയാണ് പ്രാഥമിക നിറങ്ങൾ. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണ്. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി. സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വ്യക്തി മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി. ഉറക്കത്തിന്റെ ചതുപ്പ് അഥവാ മാഷ് ഓഫ് സ്ലീപ്പ് എവിടെയാണ്? ഉറക്കത്തിന്റെ ചതുപ്പ് അഥവാ മാഷ് ഓഫ് സ്ലീപ്പ് എവിടെയാണ്? ചന്ദ്രനിലാണ്. ചന്ദ്രൻ. ഉറക്കത്തിന്റെ ചതുപ്പ് അഥവാ മാഷ് ഓഫ് സ്ലീപ്പ് എവിടെയാണ്? ചന്ദ്രൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ ആണ്. മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ്? മുംബൈ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി എ.ഒ. ഹ്യൂം ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, റാണി ഗൗരി പാർവതിബായ് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയത് ഏത് വർഷത്തിലാണ്? റാണി ഗൗരി പാർവതിബായ് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് ഏത് വർഷത്തിലാണ്? AD 1817 അപ്പൊ തിരുവിതാംകൂറിലെ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയത് ആരാണ്? റാണി ഗൗരി പാർവതിബായ് ആണ്. വർഷം ഏതാണ്? AD 1817. സത്യമേവ ജയതേ എന്നത് ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? സത്യമേവ ജയതേ മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ്. സത്യമേവ ജയതേ എന്നത് ഏത് ഉപനിഷത്തിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്? മുണ്ടകോപനിഷത്ത്. അവസാനത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.